चलता हूँ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നല്ല സൗകര്യമായിരുന്നു, നല്ല താമസ സൗകര്യമായിരുന്നു ഇവിടെ. വലിയ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് പത്താൻകോട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ രാത്രി എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ. പിന്നെ രാത്രി കാണാൻ മാത്രമൊന്നുമില്ല. ഹോട്ടൽ കൊള്ളായിരുന്നു, കുഴപ്പമില്ലാത്ത ഹോട്ടലായിരുന്നു. അപ്പം രാവിലെ ഞങ്ങൾ പത്താൻകോട്ടിൽ നിന്ന് നേരെ പോകുന്നത് ശ്രീനഗറിലേക്കാണ്. ഇപ്പം ഇവിടുന്ന് ഒരു 7-7.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ശ്രീനഗറിലേക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശ്രീനഗറിലായിരിക്കും. അപ്പോൾ ശ്രീനഗറിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ട് മാക്സിമം ഒരു 8-10 മണിയാകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കൂടാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ശ്രീനഗറിൽ തന്നെ അധികമൊന്നും കറങ്ങുന്നില്ല, 1-2 മെയിൻ സ്പോട്ടുകൾ പോവും, കാണും. കാരണം ലേ ആണ് ഞങ്ങളുടെ മെയിൻ പ്ലാനിങ്. സോ അതുകൊണ്ട് ഞങ്ങൾ ഓൺ ദി വേ അധികം കറങ്ങാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ലേ എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. സോ ഇന്ന് എങ്ങനെ ഓടിയാലും ലേയിലെത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശ്രീനഗറിലൊന്ന് കറങ്ങി പിന്നെ നാളെ രാവിലെ ലേയിലേക്ക് ഇറങ്ങും. അതാണ് പ്ലാൻ. ഓപ്പണിംഗ് മാക്സിമം ഞാനത് മാക്സിമം ഓടിക്കുക. എന്താ പറയുക, ഈ ഒരു ഡ്രൈവിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാം വണ്ടിയുടെ പ്രശ്നങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ മനസ്സിലായി. സോ അതാണ് ഞാനും വണ്ടി എടുത്തിട്ട് തന്നെ വരാൻ പ്ലാൻ ചെയ്തത്. എടുക്കുന്നവരും അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് ഓടിച്ച് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നു എവിടെയാണ്. അപ്പോൾ നല്ല പണിക്കാരൊക്കെ ഉണ്ട്, നമ്മൾ നോക്കിക്കൊണ്ട് നിന്നാൽ നല്ല വൃത്തി ചെയ്ത് തരും. അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും ടോപ്പിലുള്ള സംസ്ഥാനമായ ജമ്മു ആൻഡ് കാശ്മീരിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. അതും വണ്ടി ഓടിച്ചുകൊണ്ട്. അതൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഡ്രീം കം ട്രൂലടാ. നമ്മൾ മറ്റേ മാപ്പിലും ടെക്സ്റ്റ് ബുക്കിലും മാത്രം കണ്ട കുറേ സ്ഥലങ്ങളിലൂടെ വണ്ടി ഓടിച്ച്, പിന്നെ ജോഗ്രഫിയിൽ മാത്രം പഠിച്ച കുറേ സ്ഥലങ്ങൾ, നദികൾ അങ്ങനെ കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ഞാൻ നമുക്ക് പോയി നോക്കാം. റേഞ്ച് നെറ്റ്വർക്ക് കട്ടായി. കാരണം ഇവിടെ ബാക്കിയുള്ള സ്റ്റേറ്റിലെ സിം കാർഡുകളൊന്നും ഇവിടെ വർക്കാവില്ല. ഇവിടത്തേക്ക് വേണ്ടി സ്പെഷ്യൽ സിം കാർഡ് എടുക്കണം. പോസ്റ്റ് പെയ്ഡ് സിം കാർഡുകൾ വർക്കാവും, പ്രീപെയ്ഡുകളൊന്നും വർക്കാവില്ല. അപ്പോൾ എൻ്റെ എയർടെലിൻ്റെ പോസ്റ്റ് പെയ്ഡ് ഉണ്ട് ഒരെണ്ണം, പിന്നെ ഒരു പ്രീപെയ്ഡ് കൂടി ഇവിടെ എടുക്കണം.